അമിയാസ് നീ ഉറങ്ങുകയാണോ? 2-3 ദിവസമായി നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ട്. പക്ഷേ നമ്മൾ കാവൽ കിടക്കാൻ വന്നവരാണെന്ന് മറക്കരുത്. ഒരാഴ്ചയിലേറെ ഞാൻ ഉറങ്ങാതെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കല്ലറയുടെ സമീപം എത്തിയപ്പോൾ മുതൽ ഒരു സമാധാനം മനസ്സിൽ വന്ന് നിറയുന്ന പോലെ. അമാനുഷികമായ ഒരു ചൈതന്യം അവന്റെ കണ്ണുകളിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നു. അവൻ മരണപ്പെട്ട നിമിഷങ്ങളിൽ സംഭവിച്ചതെല്ലാം കൺമുന്നിൽ എന്ന പോലെ ഞാൻ ഇപ്പോഴും കാണുന്നു. ദേ, ഇപ്പോൾ മരണത്തിൽ പോലും അവന്റെ സാമീപ്യം നൽകുന്ന സമാധാനം എത്ര വലുതാണ്. അമിയാസെ, അവൻ ഇരയും നമ്മൾ വേട്ടക്കാരുമാണ്. ഇരയോട് വേട്ടക്കാരന് തോന്നേണ്ടത് ആരാധനയല്ല. ഈ രാത്രി നമുക്കേറെ വിലപ്പെട്ടതാണ്. ഏത് നിമിഷവും അവന്റെ ശിഷ്യന്മാർ ഈ കല്ലറ പൊളിച്ച് അവന്റെ മൃതശരീരം എടുത്തു മാറ്റാനെത്തും. അത് സംഭവിച്ചാൽ മണ്ണിൽ കിടന്നുരുളുന്നത് നമ്മുടെ തലകളാകും. അത് മറക്കണ്ട. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഒരു പക്ഷേയുമില്ല. രാജകൽപ്പന അനുസരിക്കുക, അതുമാത്രമാണ് ഇപ്പോൾ നമ്മുടെ കടമ. ദാ, ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ ഗണത്തിലെ എലിയാസനാണെന്ന് തോന്നുന്നു. എന്താണ് എലിയാസ്, പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല. കല്ലറയുടെ കാവലിന് ഒരു വ്യൂഹം സൈന്യത്തിൽ കൂടി നിയോഗിച്ചിട്ടുണ്ട്. അവരെ ദാ ആ കാണുന്ന ഓക്കുമരത്തിന്റെ അരികിലൂടെ ഈ കല്ലറയ്ക്ക് ചുറ്റും വിന്യസിച്ചു കഴിഞ്ഞു. ഇനി ഈ കൽമൂടിയുടെ ഉറപ്പും പരിശോധിക്കാൻ എന്നെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അവന്റെ മൃതശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൂടാ. അങ്ങനെ സംഭവിച്ചാൽ അവൻ പറഞ്ഞിരുന്നത് പോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് അവന്റെ ശിഷ്യന്മാർ തന്നെ നാടുനീളെ പറഞ്ഞു വരുത്തും. ലോകരക്ഷകൻ പോലും സ്വയം രക്ഷിക്കാൻ കഴിയാത്തവനാണ് ലോകത്തെ രക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചത്.